CPM-ലെ കത്ത് വിവാദത്തിൽ ഷർഷാദിനെതിരെ മുൻ ഭാര്യ റത്തീന രംഗത്ത്. വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടും നിരന്തരമായി ഷർഷാദ് ദ്രോഹിക്കാറുണ്ട്. MV ഗോവിന്ദനെയോ മകനെയോ അറിയില്ല. തന്നെ നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് ദ്രോഹിക്കാനാണ് പുതിയ നാടകമെന്നും സിനിമാ സംവിധായിക കൂടിയായ റത്തീന FB പോസ്റ്റിൽ പറയുന്നു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. നേരത്തെ സൈഫ് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഷർഷാദിന് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വരാൻ പോകുന്നു എന്ന്, അത് ഇതാണോ? അതെ, ഒരു വാർത്താ സമ്മേളനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഫേസ്ബുക്കിലൂടെയാണ് റത്തീന ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ മറ്റൊരു ആരോപണ വിധേയനായ ഒരാളെ കൂടി, ഒരു പക്ഷേ അത് രാജേഷ് കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ഒരു 6 മണിയോടുകൂടി വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റത്തീന ഗുരുതരമായ ചില ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ, ഷർഷാദിനെതിരെ ഉന്നയിക്കുകയാണ്. റത്തീനയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 22 പേജുള്ള കത്ത് PB അംഗമായ അശോക് ധവളയ്ക്ക് മുഹമ്മദ് ഷർഷാദ് നൽകുന്നത്. അത് സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ, അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കാരണങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റത്തീന വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വ്യവസായിയും ഈ കുടുംബവും തമ്മിലുള്ള, താനും തമ്മിലുള്ള കുടുംബ വഴക്കാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് റത്തീന ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിനകത്ത് പറയുന്ന കാര്യം. അതിനൊപ്പം തന്നെ ഇവർ ഡിവോഴ്സായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിധിയുടെ പകർപ്പ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ഈ പോസ്റ്റ് ഇടുന്നത്. അതിന് പിന്നാലെ തന്നെ അതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വിധിയുടെ പകർപ്പ് ഇട്ടിട്ടുണ്ട്. കുടുംബത്തിന് ചിലവ് നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നൽകാൻ വേണ്ടി തയ്യാറായില്ല. തൻ്റെ പിതാവിൻ്റെ പേരിൽ ഗ്യാരണ്ടി നിന്നുകൊണ്ട് ഈ വ്യവസായി എന്ന പേരാണ് പല സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ആ വ്യവസായി ലോൺ എടുത്തിരുന്നു. ആ ലോണ് തിരിച്ചടയ്ക്കാതായിരുന്നപ്പോൾ ജപ്തിയായപ്പോൾ ആണ് തോമസ് ഐസക്കിനെ കണ്ട് ആ ജപ്തി ഒന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടത്. അതിന് കുറച്ച് കാലതാമസം വരുത്തണം, അല്ല ഒരു ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് തോമസ് ഐസക് അതിനകത്ത് ഇടപെടുന്നത് എന്ന് റത്തീന ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. പിന്നീട് ഗാർഹിക പീഡന കേസിൽ ഇദ്ദേഹം കുറ്റക്കാരനായി കോടതി തന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. നോൺ ബെയിലബിൾ ഒഫൻസ് ഉണ്ടായിട്ടുണ്ട്. 2020 മുതൽ തന്നെ മാനസികമായി ഇദ്ദേഹമായിട്ടുള്ള ബന്ധം താൻ അവസാനിപ്പിച്ചതാണ്. തൻ്റെ സിനിമ എന്നുള്ളത് തൻ്റെ വലിയ മോഹമായിരുന്നു. പുഴു എന്ന സിനിമ, മമ്മൂട്ടിയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തും അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായികയാണ് റത്തീന. ആ സിനിമ മുടക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള പണികൾ ഷർഷാദ് എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ എത്രത്തോളം ദ്രോഹിക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള ദ്രോഹമെല്ലാം ചെയ്തിട്ടുണ്ട്. 2,65,00,000 രൂപയാണ് തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആ ലോൺ എടുത്തത്. അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറായില്ല. എന്നിട്ട് അനാവശ്യമായ കാര്യങ്ങൾ പറയുകയാണ് എന്ന് റത്തീന ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അങ്ങ് അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം 22 പേജുള്ള പരാതിയിൽ എന്തൊക്കെയാണോ ഷർഷാദ് പറഞ്ഞത് അതിൻ്റെ മറുപടി എന്നോണം റത്തീന ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾ തമ്മിലുള്ള കുടുംബ വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങളുണ്ട്. അത് കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചില കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇവരുടെ കുടുംബ വഴക്കാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിന് കാരണം. ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കൊക്കെ ഇവരുടെ കുടുംബ വഴക്കും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാകുന്നു. അത് രാജേഷ് കൃഷ്ണ ആ പരാതി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തൊരു വ്യക്തത ഉണ്ടാകും. സൈഫുദ്ദീൻ ആ പരാതിയിൽ പറയുന്ന കാര്യം, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 80 ലക്ഷം രൂപ രാജേഷ് കൃഷ്ണ ലണ്ടനിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി റത്തീന ലണ്ടനിൽ പോയിട്ടുണ്ട്. ഈ രാജേഷ് കൃഷ്ണയും ശ്യാമുമായിട്ട്, അതായത് MV ഗോവിന്ദൻ്റെ മകനുമായിട്ട് വ്യക്തിബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു കുടുംബ പ്രശ്നമായി വരുന്നത്. അതിന് കാരണക്കാരൻ രാജേഷ് കൃഷ്ണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും റത്തീന ഈ മറുപടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവരുടെ കുടുംബ വഴക്കാണ് ഇതിന് പിന്നിലെ കാരണം എന്നുള്ള ആരോപണമാണ് റത്തീന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ രാജേഷ് കൃഷ്ണയുടെ വിശദീകരണം കൂടി വരാനുള്ള സാധ്യത നിൽക്കുന്നു. ഷർഷാദിന്റെ ഭാര്യ റത്തീനയുടെ FB പോസ്റ്റും കൂടി ഒന്നതോടുകൂടി ഈ വിവാദം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.